അവന് കരുത്തു പകരും. നേറ്റിവിറ്റി കാർഡോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി ഞാൻ കേരളീയനാണ് എന്ന അസ്തിത്വബോധം, അവന്റെ ആത്മബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ബില്ലായി ഇത് അവതരിപ്പിക്കുകയാണ് സാർ. കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി അഭിമാനപൂർവ്വം ഇത് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. നാളെ ഫെബ്രുവരി 24-ാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. വയനാട് ടൗൺഷിപ്പിന്റെ ഉദ്ഘാടന തീയതി മാറ്റി. 25-ാം തീയതി ബുധനാഴ്ച ടൗൺഷിപ്പ് ഉദ്ഘാടനം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞ് അല്പസമയത്തിനകമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ ഉദ്ഘാടന തീയതി മാറ്റിയതുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തിയത്. മാർച്ച് 1-നാണ് ഉദ്ഘാടനം നടക്കുക. 178 വീടുകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്യുന്നത്. ലീഗ് സ്വന്തം നിലക്ക് നിർമ്മിച്ചു നൽകുന്ന വീട് 27-ന് വിതരണം ചെയ്യും. നേരത്തെ തന്നെ ഇവർ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് മുമ്പുള്ള വിതരണമായിട്ടാണ് 25-ാം തീയതി സർക്കാരിൻ്റെ ടൗൺഷിപ്പ് ഉദ്ഘാടനം പറഞ്ഞിരുന്നത്. എന്നാൽ പണി തീരാത്തത് കൊണ്ടായിരിക്കാം ഇതിൻ്റെ വിതരണ തീയതി ഇപ്പോൾ മാറ്റിയിട്ടുള്ളത്, ഉദ്ഘാടന തീയതി മാറ്റിയിട്ടുള്ളത് എന്നുള്ളതാണ് വിവരം. ഔദ്യോഗികമായിട്ട് എന്തുകൊണ്ടാണ് മാറ്റിയിട്ടുള്ളത് എന്ന വിശദീകരണം ഇല്ല. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി നേറ്റിവിറ്റി ബിൽ നിയമസഭയിൽ അവതരിപ്പിച്ചു. കേരളത്തിൽ ജീവിക്കുന്ന മലയാളികളായിട്ടുള്ള എല്ലാവർക്കും വിദേശ പൗരത്വം സ്വീകരിക്കാത്തവർക്ക് ഇനി നേറ്റിവിറ്റി കാർഡ് ലഭിക്കും. ചരിത്ര നിയമമാണ് എന്ന് ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കി. റവന്യൂ മന്ത്രി കെ രാജൻ ബില്ല് അവതരിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. കെ രാജന്റെ വാക്കുകൾ: ജനിച്ചു വളർന്ന മണ്ണിൽ പൗരത്വം നിഷേധിക്കപ്പെടുന്ന നിലയിലുള്ള നിയമനിർമ്മാണം പോലും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിക്കഴിഞ്ഞു. ചില പ്രത്യേക വിഭാഗങ്ങളെ മാത്രം ഉന്നം വെച്ചുകൊണ്ട് ചില അജണ്ടകൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി രാജ്യത്തെ നിയമനിർമ്മാണ സംവിധാനത്തെ ഭരണകൂടം ദുരുപയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സാർ പൗരത്വ ഭേദഗതി നിയമം. ഇത് പൂർണ്ണാർത്ഥത്തിൽ നടപ്പിലാക്കപ്പെടുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് പോലും ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്ക് വലിയ തോതിൽ ആശങ്കയുണ്ടായിട്ടുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പൗരത്വ ഭേദഗതി നിയമം കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് നമ്മുടെ മുഖ്യമന്ത്രി നിശ്ചയദാർഢ്യത്തോടെ ലോകത്തിന് മുമ്പിൽ പ്രഖ്യാപിച്ചത്. പൗരത്വവും നാറ്റിവിറ്റിയും രണ്ടാശയങ്ങളാണ്. നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകി വരുന്നുണ്ട്. എന്നാൽ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരത്വം പോലെ കേരളീയൻ എന്ന് തെളിയിക്കുന്ന നിയമ പ്രാബല്യമുള്ള ഒരു രേഖ ഉണ്ടാവണമെന്ന ആവശ്യം സാക്ഷാത്കരിക്കുന്നതിനായിട്ടാണ് സാർ ഈ നിയമനിർമ്മാണം. കേരളത്തിൽ ജനിച്ചു വളർന്ന് മലയാളിക്ക് അവൻ ഇപ്പോൾ എവിടെയാണ് ജീവിക്കുന്നതെന്ന് കണക്കിലെടുക്കാതെ മലയാളി എന്ന ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതിനായി നാറ്റിവിറ്റി കാർഡ് എന്ന ആശയം നമ്മൾ പ്രഖ്യാപിച്ചത്. ഒരു ഇന്ത്യൻ പൗരൻ എന്ന ദേശാഭിമാനവും പൗരബോധവും ഉയർത്തിപ്പിടിക്കുമ്പോൾ തന്നെ ആത്മാഭിമാനത്തോടെ കേരളീയൻ എന്ന് പറയാൻ കഴിയുന്ന ഒരു ചരിത്ര നിയമമാണ് സാർ ഇന്നിവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഭരണഘടനയുടെ ആത്മാവ് സമത്വമാണ്. ഒരേ രാജ്യം ഒരേ പൗരത്വം എന്ന ആശയം നമ്മുടെ ജനാധിപത്യത്തിന്റെ ശക്തിയാണ് സാർ. അത് നിലനിർത്തിക്കൊണ്ട് തന്നെ സംസ്ഥാനത്ത് ഭരണപരമായ കാര്യങ്ങൾ കാര്യക്ഷമത ഉറപ്പാക്കുന്നതിനും സംസ്ഥാന സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ പദ്ധതികൾ അർഹരായവർക്ക് തന്നെ എത്തിക്കുന്നതിനും വേണ്ടിയാണ് സാർ ഈ നിയമനിർമ്മാണം. 1956-ൽ കേരളം ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചതിന്റെ 70-ാം വാർഷികത്തിൽ അഭിമാനത്തോടെ സർക്കാർ ഈ നേറ്റിവിറ്റി കാർഡിന്റെ ബില്ല് അവതരിപ്പിക്കുന്നു. 26/2/1983 ഗവൺമെന്റ് ഉത്തരവ് 205/83 RD നമ്പർ ഉത്തരവ് പ്രകാരമാണ് കേരളത്തിൽ നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുന്നത്. ഈ ഉത്തരവ് പ്രകാരം താഴെ പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവർക്ക് നാറ്റിവിറ്റി കാർഡ് ലഭിക്കും. കേരളത്തിൽ ജനിച്ചു വളർന്നവർ, മാതാപിതാക്കൾ കേരളത്തിൽ ജനിച്ചു വളർന്നവർ, മാതാവോ പിതാവോ കേരളത്തിൽ ജനിച്ചു വളർന്നവരും കേരളത്തിൽ സ്ഥിരതാമസവുമായവർ. അപേക്ഷയുടെ അടിസ്ഥാനത്തിലായിരിക്കും സാർ നാറ്റിവിറ്റി കാർഡ് ലഭ്യമാക്കുക. കാർഡിൽ നിലവിലുള്ള വിവരങ്ങൾക്ക് പുറമെ സർക്കാർ കാലാകാലങ്ങളിൽ നിർദ്ദേശിക്കുന്ന മറ്റ് വ്യക്തിഗത വിവരങ്ങൾ കൂടി ഉൾപ്പെടുത്താവുന്ന വിധത്തിലാണ് അത് രൂപകൽപ്പന ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാറ്റിവിറ്റി കാർഡ് വിതരണം ചെയ്യുന്നതിന് ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റും നാം സൂക്ഷിക്കും. ഇങ്ങനെ ഏറ്റവും ആധികാരികതയോടെ കേരളീയൻ എന്ന അഭിമാന ബോധത്തെ രേഖപ്പെടുത്താൻ അതിരുകളില്ലാത്ത ലോകത്ത് എവിടെ പോയാലും അവന് കേരളവുമായി ബന്ധപ്പെട്ട പൊക്കിൾക്കൊടി ബന്ധം ലോകത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടാകില്ല എന്ന് കേരളം അഭിമാനത്തോടെ ലോകത്തോട് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനം, നമ്മുടെ സംസ്ഥാനത്തെ മനുഷ്യനായി ജനിച്ചു വളർന്നവർ, മാതാപിതാക്കൾ പുറത്ത് ആയതുകൊണ്ട് അവിടെ ജനിച്ചവരാണെങ്കിലും അവർക്ക് കേരളവുമായി പൊക്കിൾക്കൊടി ബന്ധമുള്ളവർ, വിദേശ പൗരത്വം സ്വീകരിക്കാത്തവരുടെ തുടർച്ചക്കാർ, അവർക്കെല്ലാം അർഹമായ വിധത്തിൽ കേരളത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്, കേരളീയനാണ് എന്ന് ആത്മാഭിമാനത്തോടെ പ്രഖ്യാപിക്കാൻ അവന് കരുത്തു പകരും. നേറ്റിവിറ്റി കാർഡോടെ
ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളി ഞാൻ കേരളീയനാണ് എന്ന അസ്തിത്വബോധം, അവന്റെ ആത്മബന്ധം കൂടുതൽ ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു ബില്ലായി ഇത് അവതരിപ്പിക്കുകയാണ് സാർ. കേരളത്തിലെ ഗവൺമെന്റിന് വേണ്ടി അഭിമാനപൂർവ്വം ഇത് സഭയ്ക്ക് മുമ്പാകെ അവതരിപ്പിക്കുന്നു. ഫെബ്രുവരി മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച ലഭിക്കും. വിതരണ നടപടികൾ ആരംഭിച്ചു. ധനവകുപ്പിന്റെ നിർദ്ദേശപ്രകാരം 2026 ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട ജനറേഷൻ പ്രവർത്തനങ്ങൾക്കായി സേവന പെൻഷൻ വെബ്സൈറ്റ് 20/2/26 5 മണിക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. 20-ാം തീയതിക്ക് മുമ്പ് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിച്ചതാണ് ഇക്കാര്യം. 2025 വർഷത്തെ മസ്റ്ററിംഗ് പരാജയപ്പെട്ട ഗുണഭോക്താക്കൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും 2025 വർഷത്തെ വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്ത ഗുണഭോക്താക്കൾ ആയത് സമർപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതും അപ്ലോഡ് ചെയ്യൽ, സമർപ്പിക്കൽ, റിവോക്ക്, ഡാറ്റ കറക്ഷൻ എന്നീ നടപടികൾ 20/2/2026 5 മണിക്ക് മുമ്പായി പൂർത്തീകരിക്കേണ്ടതാണ് എന്നും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് ആധികാരികമാക്കേണ്ടതാണ് എന്നും പ്രാദേശിക സർക്കാരുകളെ 20-ാം തീയതിക്ക് മുമ്പ് തന്നെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിയോട് കൂടിയിട്ട് സേവന സൈറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നിലവിൽ അതാത് മാസത്തെ പെൻഷൻ അതാത് സമയത്ത് തന്നെ വിതരണം ചെയ്യുന്നത് കൊണ്ട് തന്നെ അംഗീകരിച്ച പെൻഷൻ അപേക്ഷകൾ ഉണ്ട് എങ്കിൽ അത് 20-ാം തീയതിക്ക് മുമ്പ് തന്നെ അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സൈൻ ചെയ്യേണ്ടതാണ് എന്നും ഈ നിർദ്ദേശത്തിൽ അറിയിച്ചിട്ടുണ്ട്. 2025 വർഷത്തെ വിവാഹിത പുനർവിവാഹിത അല്ല എന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള സമയപരിധി മാർച്ച് 31 വരെ ഉള്ളതിനാലും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാനുള്ള സമയപരിധി ജൂൺ 30 വരെ ഉള്ളതിനാലും തിരക്ക് കൂട്ടി പുതിയ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതില്ല എന്നും ബിൽ പ്രവർത്തനങ്ങൾക്ക് ശേഷം അപ്ലോഡ് ചെയ്യാവുന്നതാണ് എന്നും വിവരം പ്രാദേശിക സർക്കാരുകളെ ഈ റിപ്പോർട്ടിൽ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ 20-ാം തീയതിക്ക് മുമ്പ് ഈ നടപടികളെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് തിങ്കളാഴ്ച, നാളെ ചൊവ്വാഴ്ചയ്ക്ക് ശേഷം ബുധനാഴ്ചയാണ് സംസ്ഥാനത്ത് കാത്തിരിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2026 ഫെബ്രുവരി മാസത്തെ 2000 രൂപ വിതരണം ചെയ്യുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈയിലേക്കും പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ 24.64 ലക്ഷം ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് 24-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 2000 രൂപ ക്രെഡിറ്റ് ആകുന്നതാണ്. കേന്ദ്ര വിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് 300, 200, 500 രൂപയുടെ കുറവുണ്ടാകും. ഒരാഴ്ചക്കുള്ളിൽ ആ ഒരു തുകയും എത്തിച്ചേരുന്നതാണ്. ആ ഒരു തുക വിതരണത്തിന് വേണ്ടി മുൻകൂറായി സംസ്ഥാന സർക്കാർ പണം അനുവദിച്ചിട്ടുണ്ട്. ആകെ 1050 കോടി രൂപയാണ് പെൻഷൻ വിതരണത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത്. കയ്യിൽ പെൻഷൻ വിതരണം വെള്ളിയാഴ്ചയ്ക്കായിട്ട് ആരംഭിക്കുന്നതാണ്. സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് ട്രഷറി മുഖാന്തരം പണവും എത്തണം. അതുപോലെ തന്നെ ലിസ്റ്റും എത്തേണ്ടതുണ്ട്. പുതിയ പെൻഷൻ അനുവദിച്ചിട്ടുണ്ട് എങ്കിലും പെൻഷൻ റദ്ദാക്കിയിട്ടുണ്ട് എങ്കിലും അതൊക്കെ കണക്കാക്കിയിട്ടാണ് ലിസ്റ്റ് എത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള പെൻഷൻ വിതരണത്തിന് 2 ദിവസത്തെയെങ്കിലും കാലതാമസം എടുക്കും. കയ്യിൽ വിതരണത്തിന് വെള്ളിയാഴ്ചയെങ്കിലും താമസം എടുക്കും. മാർച്ച് 5-ന് മുമ്പ് എല്ലാവർക്കും കയ്യിലും പെൻഷൻ വിതരണം പൂർത്തിയാക്കും. മറ്റൊന്ന് കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷനാണ്. ഇന്നു മുതൽ വിതരണം ആരംഭിക്കും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പൊ ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് കമന്റ് ആയിട്ട് അറിയിക്കാൻ മറക്കരുത്. 2 മാസത്തെ 3200 ഈ മാസം കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വാങ്ങുന്നവർക്ക് ലഭിക്കും എന്നാണ് അറിയുന്നത്. അപ്പൊ ആർക്കെങ്കിലും തുക ലഭിച്ചാൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കണം. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ബുധനാഴ്ച വൈകുന്നേരത്തോട് കൂടിയിട്ട് വിതരണം ആരംഭിക്കുന്നതാണ്. സ്വർണ്ണവിലയിൽ ഇന്ന് വലിയ വർധനമാണ് ഉണ്ടായത്. ഗ്രാമിന് 190 രൂപ വർദ്ധിച്ച് 14,790 രൂപയും പവന് 1,520 രൂപ വർദ്ധിച്ച് ഈ മാസത്തെ ഏറ്റവും ഉയർന്ന വിലയായ 1,18,320 എത്തി. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ.